ശുഭമാൻ ഗിൽ നയിക്കുന്ന ടീമിൽ നിരവധി മാറ്റങ്ങളുമായാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. 15 അംഗങ്ങൾ അടങ്ങിയ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 2026 IPL-നിടയിലേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഓൾറൗണ്ടർ ജഡേജയുടെ മടങ്ങിവരവ് ഇന്ത്യൻ സ്പിൻ നിരയ്ക്ക് വലിയ കരുത്താകും. സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ സരാൻഷ് ജെയിന് ആദ്യമായി ദേശീയ ടീമിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ ഹാംസ്ട്രിംഗിന് പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായിട്ടാണ് ഈ 33-കാരൻ ടീമിലെത്തിയത്. മധ്യപ്രദേശിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന സരാൻഷ് 54 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 181 വിക്കറ്റുകളും 2223 റൺസും നേടിയിട്ടുണ്ട്. അടുത്തിടെ ശ്രീലങ്ക ടീമിനെതിരായ പരമ്പരയിൽ ഇന്ത്യ എക്കായി പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സരാൻഷിന് തുണയായത്. KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. ബുംറയും സായി സുദർശനും ഫിറ്റ്നസ് ക്ലിയർ ലഭിച്ച ശേഷം പരമ്പരയുടെ ഭാഗമാകും. പരിക്കിനെ തുടർന്ന് നിതീഷ് റെഡ്ഡി, ഹർഷിത് റാണ എന്നിവരെ പരിഗണിച്ചില്ല. ഋഷഭ് പന്തും ധ്രുവ് ജുറലുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ടീമിലുള്ള മറ്റ് ടീം അംഗങ്ങൾ ഇങ്ങനെയാണ്: യശസ്വി ജയ്സ്വാൾ, കുൽദീപ് യാദവ്, മാനവ് സുധർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ദേവദത്ത് പടിക്കൽ എന്നിവരാണ്. ഓഗസ്റ്റ് 7 കൊളംബോയിൽ നടക്കുന്ന 4 ദിവസത്തെ പരിശീലന മത്സരത്തോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഒന്നാം ടെസ്റ്റും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ രണ്ടാം ടെസ്റ്റും നടക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.